ഇനിയും പോകുന്നത് പത്തനംതിട്ടയിലേക്കാണ്. മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും ശക്തമായ മത്സരം നടന്ന ജില്ലയാണ്. അയ്യപ്പന്റെ മണ്ണാണ്. ശബരിമല സ്വർണ്ണ കവർച്ചയും ശബരിമലയിലെ യുവതീ പ്രവേശനവും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വളരെ ചർച്ച ചെയ്യപ്പെട്ട ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം പത്തനംതിട്ട എന്നത് 5 നിയമസഭാ മണ്ഡലങ്ങളുള്ള ജില്ലയാണ്. പരമ്പരാഗതമായി UDFന്റെ ശക്തി കേന്ദ്രമായിരുന്നു ഒരു കാലത്ത് പത്തനംതിട്ട. പക്ഷേ അടുത്ത കാലത്ത് അതിൽ ചില മാറ്റങ്ങളുണ്ടായി. ഇപ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട UDFന്റെ ഒരു കേന്ദ്രമാണെങ്കിലും നിയമസഭയിലേക്ക് എത്തുമ്പോൾ നിലവിൽ 5 സീറ്റുകളും LDF ആണ് നിലനിർത്തുന്നത് എന്നതാണ്. അതായത് പരമ്പരാഗതമായി ക്രൈസ്തവ വോട്ടുകളൊക്കെ ധാരാളമുള്ള മണ്ഡലമായിരുന്നു, UDFന്റെ കേന്ദ്രമായിരുന്നെങ്കിൽ കഴിഞ്ഞ കുറെ നാളുകളായി ആ ട്രെൻഡിൽ നിയമസഭയിൽ മാറ്റം വരികയാണ്. ഈ തവണ UDF അത് തിരിച്ചു പിടിക്കുമ്പോൾ അവിടെയും അത് UDF എന്ന പേരിലേക്ക് മാത്രം, ആ മുന്നണിയിലേക്ക് മാത്രം ഒതുക്കാൻ കഴിയില്ല. കാരണം ആറന്മുളയും തിരുവല്ലയും അതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. അതെ, ശക്തരായ സ്ഥാനാർത്ഥികളാണ് അവിടെ നിർത്തിയിരിക്കുന്നത്. വോട്ടുകൾ സ്വന്തമാക്കാൻ NDAക്ക് ഉറപ്പായിട്ടും കിട്ടും. എന്തായാലും സത്യമുള്ള മണ്ണ് കൂടിയാണ് പത്തനംതിട്ട എന്ന് പറയുന്നത്, അല്ലേ ഗൗതം? അതെ, അയ്യപ്പന്റെ മണ്ണാണ്. അപ്പോൾ ഗൗതമിന്റെ നാട് കൂടിയാണ് കേട്ടോ. അതെ, എൻ്റെ ഇത് റാന്നി മണ്ഡലമാണ്. അതായത് ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എൻ്റെ സ്വന്തം മണ്ഡലമായ റാന്നിയിലാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. നേരെ നമുക്ക് ഗൂഗിളിലേക്ക് പോകാം. ഗൂഗിൾ രമേശാണ് ഞങ്ങളുടെ പത്തനംതിട്ടയിലെ പ്രതിനിധി, അവിടെയുണ്ട്. ഗൂഗിൾ 2 പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ സംബന്ധിച്ചാണ് ആദ്യം വളരെ പെട്ടെന്ന് പറയേണ്ടത്. അത് തിരുവല്ലയും ആറന്മുളയുമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാമല്ലോ, BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയുടെ സാന്നിധ്യം തിരുവല്ലയിൽ തീപാർന്ന പോരാട്ടത്തിന് വഴിവെച്ചു. മലയാളികളുടെ പ്രിയപ്പെട്ട കുമ്മനം രാജേട്ടന്റെ സാന്നിധ്യമാണ് ആറന്മുളയെ ശ്രദ്ധേയമാക്കുന്നത്. എന്താണ് മുന്നണികളുടെ പ്രതീക്ഷ ഈ അവസാന നിമിഷത്തിലേക്ക് എത്തുമ്പോൾ? ഗൗതം, അശ്വതി, അല്പസമയം മുമ്പാണ് നമ്മൾ അനൂപ് ആന്റണിയുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്, അത്യുജ്വല വിജയം തിരുവല്ലയിൽ NDA കരസ്ഥമാക്കുമെന്നുള്ള തീർത്ത വിശ്വാസത്തിൽ തന്നെയാണ്, അല്ലെങ്കിൽ ഏറ്റവും അധികം ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അനൂപ് ആന്റണി ഉള്ളത്. പ്രത്യേകിച്ച് ഈ സർവേ, എക്സിറ്റ് പോൾ സർവേകളുടെ അടക്കം തിരുവല്ലയിൽ ഒരു അട്ടിമറി വിജയം NDA കരസ്ഥമാക്കുമെന്നുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അനൂപ് ആന്റണി തന്നെ പറയുന്നു, ആദ്യഘട്ടത്തിലൊന്നും മാധ്യമങ്ങൾ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാത്തൊരു മണ്ഡലമായിരുന്നു തിരുവല്ല എന്ന് പറയുന്നത്. BJPയുടെ A ക്ലാസ് എന്ന് പറയുമ്പോൾ പോലും തിരുവനന്തപുരത്തെ മണ്ഡലങ്ങളൊക്കെ അതിന് നൽകുന്ന ഒരു പ്രാധാന്യം തിരുവല്ലയ്ക്ക് നൽകിയിരുന്നില്ല. പക്ഷേ അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ വിധി പ്രഖ്യാപനം ഉണ്ടാകുന്നതിന് തൊട്ട് 2 ദിവസങ്ങൾക്ക് മുൻപ് തൊട്ട് ആ എക്സിറ്റ് പോൾ ഫലം വന്നതിന് ശേഷം മുതൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നതുമായിട്ടുള്ള ഒരു മണ്ഡലമായിട്ട് തിരുവല്ല മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, അനൂപ് ആന്റണിക്ക് എതിരായിട്ട് മത്സരിച്ച സ്ഥാനാർത്ഥികൾ പോലും സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ അനൂപ് ആന്റണിയുടെ വിജയപ്രതീക്ഷയും അല്ലെങ്കിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെയും അദ്ദേഹം ജയിച്ചു വന്നു കഴിഞ്ഞാൽ തിരുവല്ലയ്ക്ക് ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളെ പറ്റിയും ഒക്കെ വാദോരാതെ സംസാരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വളരെ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ അനൂപ് ആന്റണിയുടെ വിജയ സാധ്യതയെ സൂചിപ്പിക്കുന്നത് തന്നെയാണ്. എന്തായാലും തിരുവല്ലയിൽ BJPക്ക് NDAക്ക് തിരിഞ്ഞു നോക്കേണ്ടതില്ല. അങ്ങേയറ്റം ആത്മവിശ്വാസത്തിൽ തന്നെയാണ് പ്രവർത്തകർ. ഇങ്ങനെ ഒരു അട്ടിമറി വിജയം എന്നതിലുപരിയായിട്ട് കൃത്യമായിട്ട് പ്രവർത്തിച്ച് നേടുന്ന ഒരു വിജയത്തിലേക്കാണ് തിരുവല്ലയിൽ കാര്യങ്ങൾ എത്തിച്ചേരുന്നത്. കൃത്യമായിട്ട് മാസങ്ങൾക്ക് മുന്നേ തന്നെ ആരംഭിച്ച തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഓരോ വോട്ടും കൃത്യമായിട്ട് ബാലറ്റ് പെട്ടിയിലാക്കുന്നതിന് വേണ്ടി എണ്ണയിട്ട യന്ത്രം പോലെ തിരുവല്ലയിൽ അനൂപ് ആന്റണിയുടെ നേതൃത്വത്തിൽ BJP NDA പ്രവർത്തകർ കൃത്യമായിട്ട് പ്രവർത്തിച്ചു. കണക്ക് കൂട്ടലുകളുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ വിജയം തന്നെ കരസ്ഥമാക്കും. ഒപ്പം മാത്യു ടി തോമസ് അടക്കമുള്ള സിറ്റിംഗ് MLAമാരുടെ ഭരണപരാജയവും തിരുവല്ലയുടെ വികസന വിരോധവും ഒക്കെ തന്നെ, അല്ലെങ്കിൽ അപര്യാപ്തതയും ഒക്കെ തന്നെ കൃത്യമായിട്ട് ചർച്ചയാകുന്നു. അതൊക്കെ NDAക്ക് വോട്ടായിട്ട് മാറുന്നു. തൊട്ടപ്പുറത്ത് ആറന്മുള മണ്ഡലത്തിലും സ്ഥിതി മറ്റൊന്നുമല്ല. കുമ്മനം രാജശേഖരൻ വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയാണ്. പ്രത്യേകിച്ച് വീണ ജോർജ് എന്ന് പറയുന്ന സിറ്റിംഗ് MLAയും കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയും അവരുടെ ഭരണപരാജയവും അവർക്കെതിരായിട്ട് നിലനിൽക്കുന്ന ജനവിരുദ്ധ വികാരവും ഒക്കെ തന്നെ കൃത്യമായിട്ട് NDAക്ക് വോട്ടായിട്ട് മാറും. ബാലറ്റിൽ NDAക്ക് വോട്ടായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു വിലയിരുത്തൽ തന്നെയാണ്. അവസാനവട്ട കണക്ക് കൂട്ടലുകളിലും കൃത്യമായിട്ട് വലിയ ഭൂരിപക്ഷത്തിൽ NDA ആറന്മുള മണ്ഡലത്തിൽ വിജയിച്ചു കയറും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസമാണ് സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരനും ഒപ്പം അവിടെ നിന്നുള്ള പ്രവർത്തകരും നമുക്ക് നൽകുകയും ചെയ്തിട്ടുള്ളത്. ഒപ്പം അബിൻ വർക്കിയാണ് അവിടെ UDFന്റെ സ്ഥാനാർത്ഥി. കോൺഗ്രസിനെതിരായിട്ട് നിലനിൽക്കുന്ന ഒരു വികാരവും ഈ പത്തനംതിട്ട ജില്ലയിൽ ഉടനീളമുണ്ട്. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലടക്കമുള്ള വിഷയങ്ങൾ അവിടെ പാർട്ടിക്കുള്ളിൽ നിലനിൽക്കുന്ന വലിയ വിഭാഗീയതയൊക്കെ തന്നെ കോൺഗ്രസിന് വലിയ വെല്ലുവിളിയാണ്. അബിൻ വർക്കി ഈ മണ്ഡലത്തിൽ നിന്നോ ഈ ജില്ലയിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥി ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രവർത്തകർക്കിടയിൽ അബിനെതിരായിട്ടൊരു വികാരം നിലനിൽക്കുന്നു. അതൊക്കെ എന്തായാലും UDFനും തിരിച്ചടിയായിട്ട് മാറും. ഏറ്റവും പ്രധാനം ശബരിമല സ്വർണ്ണക്കവർച്ച അടക്കമുള്ള വിഷയങ്ങൾ ഈ മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ടുണ്ട്. ഗോകുൽ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് വിഷയങ്ങൾ ചർച്ചയാകും പത്തനംതിട്ടയുടെ മണ്ണിൽ. അപ്പോൾ തിരുവല്ലയും ഈ പറഞ്ഞ പോലെ ആറന്മുളയും എല്ലാവരെയും ഇങ്ങനെ ഉറ്റുനോക്കുകയാണ് അവിടെ എന്താണ് സംഭവിക്കുന്നത്. അവിടെ രണ്ടിടത്തും താമര വിരിയാനുള്ള സാധ്യത അത് വളരെ കൂടുതലാണെന്നാണ് ഞങ്ങളുടെ പ്രതിനിധി ഗോകുൽ പറഞ്ഞു വെക്കുന്നത്. ഗൗതം, അപ്പോൾ എങ്ങനെയാണ്? ഇനി പത്തനംതിട്ടയിൽ നമുക്ക് കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ കൂടി നോക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് മലയാളികൾ ഉറ്റുനോക്കുന്നത് പശ്ചിമ ബംഗാളിലേക്ക് കൂടിയാണ്, അല്ലേ?
ഗൗതമിന് ഏറ്റവും ഇഷ്ടവും പറയാൻ പശ്ചിമ ബംഗാളിനെ പറ്റി ആയിരിക്കും. ഉറപ്പായിട്ടും. കാരണം ബംഗാള് എന്താ പറയുന്നത്, മലയാളികളെ സംബന്ധിച്ച് ഉറ്റുനോക്കുന്നൊരു സ്ഥലം തന്നെയാണ്. വർഷങ്ങളോളം CPM ഭരിച്ച 34 വർഷത്തെ CPM ഭരണത്തിന് ശേഷം TMCയുടെ ഭരണമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ BJP എക്സിറ്റ് പോളുകൾ പറയുന്നത് പോലെ സർക്കാർ രൂപീകരിക്കുകയാണെങ്കിൽ അത് ഭാരതത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ പുതിയൊരു അധ്യായത്തിന് നാന്ദി കുറിക്കലാകും നാളത്തെ ദിവസം മെയ് 4 എന്ന് വേണം പറയാൻ. അപ്പോൾ കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ഫലത്തെ പോലെ തന്നെ നമ്മൾ പ്രാധാന്യത്തോടെയാണ് പശ്ചിമ ബംഗാളിലെ തെരഞ്ഞെടുപ്പ് ഫലവും കാണേണ്ടത്.